ജാഥ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരിക്ക് മാറാൻ കഴിയുന്നൊരു അവസരം, ആ കളമശ്ശേരിക്ക് മാറാൻ കഴിയുന്നൊരു അവസരം ആയിക്കാണാം നമുക്ക് കാണണം. കളമശ്ശേരി നാളെയേ മതിയാകൂ. കളമശ്ശേരിയിൽ മാറ്റം വേണം. ഏറ്റവും അധികം മോശപ്പെട്ട ഭരണാധികാരികൾ മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള കളമശ്ശേരി നഗരസഭയുടെ കെടുകാര്യസ്ഥതയും കൊള്ളയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള അഴിമതികൾ നടത്തിക്കൊണ്ട് ഭരണം നടത്തിപ്പോകുന്ന UDF-നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയെ മണ്ണിൽ നിന്നും കെട്ടിക്കെട്ടിക്കണമെന്നുള്ള സന്ദേശം നൽകാനാണ് ഈ ജാഥ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. വന്നിട്ടുള്ള വീഴ്ച, അതുവഴി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണം നിരവധിയാണ്. നമുക്കറിയാം, എണ്ണി എണ്ണി പറയാൻ നിരവധിയുണ്ട്. സമയം വളരെ വൈകിയതുകൊണ്ട് ആ മൂലേപ്പാടത്തെ വെള്ളക്കെട്ട് ഈ മഴയ്ക്ക് ഉണ്ടായോ എന്ന് ഉണ്ണക്കാട്ട് മൂലക്കാർ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ മൂലേപ്പാടത്തെ വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിൽ അവിടെയുള്ള ജനപ്രതിനിധിക്ക് സഖാവ് പി രാജീവിന്റെ സഹായത്തോടുകൂടി നിഷീദ സലാമിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ അങ്ങനെ വെള്ളക്കെട്ടൊന്നും ഉണ്ടായില്ല. മൂലേപ്പാടത്തെ ലീഗുകാർ പറയുന്നത് കുറച്ചൊന്നും മഴ പെയ്യിച്ചില്ല, അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായില്ല. പക്ഷെ സത്യത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ മഴയുണ്ട്. അവന്മാരങ്ങനെ പറയുള്ളല്ല. പിള്ളേർക്ക് പാഠപുസ്തകം കൊടുക്കാൻ പറ്റാതിരുന്നത് മറ്റേ പറച്ചോന്റെ പേരുള്ള മന്ത്രി പറഞ്ഞത് മുന്നേക്ക് നിങ്ങൾ കേട്ടതാണ്. ലീഗുകാരും കോൺഗ്രസ്സുകാരും പറയാൻ നോക്കണ്ട. നമ്മുടെ ഈ നാട്ടിൽ ദീർഘവീക്ഷണത്തോടുകൂടി മനുഷ്യർക്ക് ക്ഷേമം ചെയ്യുന്നത് കളമശ്ശേരിയിൽ LDF ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടാം. അതുപോലെ തന്നെയാണ് അന്ത്യയായി കഴിഞ്ഞാൽ ഈ വഴിയിൽ കൂടെ പോകാൻ പറ്റില്ല. പിള്ളേരുടെ കുഴപ്പം കണ്ടല്ല കേട്ടോ, മക്കളുണ്ടാക്കുന്ന പ്രശ്നമല്ല. തെരുവ് നായ ശല്യം ആര് പരിഹരിക്കും? കളമശ്ശേരിയിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള ഒരു ഭരണകൂടമുണ്ടായെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര പ്രശസ്തരായ മനുഷ്യരൊക്കെ താമസിക്കുന്നുണ്ട്. പക്ഷെ അമ്പട്ടിറന്തൊരു കാര്യം എന്ന് ചോദിച്ചു പോലെയാണ് ഇവിടുത്തെ കാര്യം. നമുക്ക് എന്താ ഗുണം ഇവരൊക്കെ ഉണ്ടായിട്ട്? ഈ 30 വർഷക്കാലമായി കളമശ്ശേരിക്കകത്ത് UDF ഉണ്ടായിട്ട് എന്തുണ്ടാക്കി? ഞങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ, ഞങ്ങളുടെ പൂർവികന്മാർ പ്രപിതാക്കൾ ഈ കളമശ്ശേരിക്കകത്ത് സമ്മാനിച്ചതല്ലാതെ എന്തെങ്കിലും ഒന്ന് കളമശ്ശേരിക്ക് സമ്മാനിക്കാനായി UDF-കാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളിപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നു, കളമശ്ശേരിയിൽ ഒരു ടൗൺ ഹാൾ